ഹായ്. ഇന്ന് സൺഡേ ഞങ്ങൾ മെല്ലെയാണ് എണീറ്റത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും എഗ്ഗും സോസേജും ആയിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് സാമ്പാറാണ് ഉണ്ടാക്കിയത്. കുറേ വെജിറ്റബിൾസ് അകത്താക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ സാമ്പാർ. അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചിടരുത്, അത് സെപ്പറേറ്റ് ഇടണം, എന്നാൽ ഡിഷസിന് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സയൻറ്റിഫിക്കലി ഒക്കെ അവരത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഡിഷസ് കുക്ക് ചെയ്യുമ്പോൾ വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് അത് കുക്കായതിന് ശേഷം ഇഞ്ചി ഇടാൻ പാടുള്ളൂ. പക്ഷേ ചൈനീസ് പോലത്തെ ഹൈ ഹീറ്റ് കുക്കിംഗ് ഉള്ള ഡിഷസ് ആകുമ്പോൾ ഇഞ്ചി ആദ്യം ഇടണം, എന്നിട്ട് വെളുത്തുള്ളി ഇടണം എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നു. ഇത് കാരണം ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ടേസ്റ്റ് കൂടിയെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ചിക്കൻ തോരൻ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ലഞ്ചൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മണ്ണാർക്കാട് സൂവിലോട്ട് പോകാമെന്ന്. അങ്ങനെ അങ്ങോട്ട് പോയി 3:30 ആകുമ്പോഴേക്കും അവിടെ എത്തി. ഈ ഒരു സമയമാണ് ആക്ച്വലി എനിക്ക് കറക്റ്റെന്ന് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഈ കടുവയും സിംഹമൊക്കെ എണീറ്റിരിക്കാറുണ്ട് ഈ സമയമാകുമ്പോൾ. ഈ കരടിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം ഭയങ്കര ഡിപ്രസ്ഡാണ് ഈ കരടി എന്ന് തോന്നാറുണ്ട്. ഇന്ന് സിംഹത്തിന് എന്ത് പറ്റിയെന്നറിയില്ല, ആൾ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. സാധാരണ ഫ്രണ്ടിൽ വന്നിരിക്കാറുണ്ട്. ഈ പക്ഷികളെ കാണാൻ എന്ത് രസമാണ് അറിയോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ഈ ക്യാമറ ഒരു ജസ്റ്റിസും ചെയ്യുന്നില്ല അവരുടെ ഭംഗിക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇവരെയൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഒരു 5:30 ആകുമ്പോൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ മോൻ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് കരിമ്പിൻ്റെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ബോട്ടിൽ വാങ്ങി വീട്ടിലെത്തി. പിന്നെ ഉച്ചത്തെ സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പോൾ നാളെ കാണാം.